സ്പെയിൻ വേഴ്സസ് ക്യാപ്പ് വെർഡെ. ഡിഫൻസ് എന്നൊക്കെ വെച്ചാൽ എൻ്റെ പൊന്നും ഏജാതി ഡിഫൻസ് എത്ര കാലം ഇതുപോലത്തെ ഒരു ഡിഫെൻഡ് ചെയ്തൊരു ടീം കണ്ടിട്ട് എൻ്റെ അമ്മ മാരക ഡിഫൻസ്, അന്യായ അസാധ്യ ഡിഫൻസ്. സ്പെയിനും ക്യാപ്പ് വെർഡെ തമ്മിലുള്ള മാച്ച് അത് ഹിസ്റ്ററി ബുക്കിൽ എഴുതപ്പെടേണ്ട ഒരു മാച്ചാണ്. കിഡിലൻ മാച്ച്. ഈ ഒരു മാച്ചിന് വെച്ചാൽ ധാരാളം പ്രത്യേകതകളുണ്ട്. അത് പറയുകയാണെങ്കിൽ ഷോട്ട് ഓൺ ടാർഗറ്റ് 0 അല്ല, അവസാനത്തേക്ക് 1-2 ഉണ്ട്. പിന്നെ കൂടുതൽ ടൈം പൊസിഷനും സ്പെയിനിൻ്റെ ഭാഗത്തായിരുന്നു. ഉനൈ സൈമണെ കാണുന്ന തന്നെയല്ല, 45 മിനിറ്റിന് ശേഷം ഉനൈ സൈമണെ കണ്ടിട്ടില്ല. ലാസ്റ്റ് ജസ്റ്റ് ഇയാളെ പറ്റി ഓർക്കുന്ന തന്നെ 1-2 തവണ പുള്ളിക്കാരനടുത്തേക്ക് അവസാനം ബോൾ ചെയ്യും. പിന്നെ ഉനൈ സൈമൺ അല്ലാണ്ട് കാണുന്നില്ല. ഇവർക്കാണെങ്കിൽ ഗോൾ അടിക്കാൻ ഉദ്ദേശമല്ല, ഇവർ ഡിഫെൻഡ് ചെയ്യുക, ബോൾ വരുമ്പോൾ ബോൾ ത്രോയിലേക്ക് അടിച്ച് കളയുക. പിന്നെ സ്പെയിൻ ടീമിൽ പട്ടിപ്പണി എടുത്ത കുക്കുറല്ല, പാവം തോന്നിപ്പോയി കുക്കുറെല്ലാം കണ്ടപ്പോൾ. മൂപ്പരൊക്കെ മാരകമായുള്ള പിന്നെ മുന്നേറ്റമാണ് നടത്തിയത്. പക്ഷേ കാര്യമല്ല, അവസാനം യമാലിനെയും നിക്കോ വില്യംസിനെയും വരെ ഇറക്കി, എന്നിട്ടും കാര്യമില്ലാണ്ടായിപ്പോയി. അജാതി എന്ന് വെച്ചാൽ ക്യാപ്പ് വെർഡെ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന രാജ്യം, അതും ഡെബ്യൂ മാച്ചിൽ സ്പെയിനിനെ സമനിലയിൽ ഫിഫ പവർ റാങ്കിൽ 2-3 സ്ഥാനത്ത് അങ്ങനെയാണ് സ്പെയിൻ ഇരിക്കുന്നത്. അജാതി കളി. പിന്നെ ഇതിനെല്ലാത്തിനും ഉപരി അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗോൾ കീപ്പർ, പുള്ളിക്കാരൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു മൊഴിഞ്ഞോ അങ്ങനെ എന്തൊരു പേര് കിട്ടുന്നില്ല. 40 വയസ്സായി പുള്ളിക്കാരന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലീഗ 2 പോർച്ചുഗലിൻ്റെ സെക്കൻഡ് ഡിവിഷൻ ഫേസിൽ പിന്നെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. അദ്ദേഹം ഇവിടെ വന്ന് ഉണ്ടാക്കിയ 40 വയസ്സായ മൂപ്പരെ കോർണറൊക്കെ അടിക്കുന്ന സമയത്ത് ചാടിയാണ് പിടിക്കുന്നത്. എന്തായാലും ഹാറ്റ്സ് ഓഫ് ക്യാപ്പ് വെർഡെ ടീം. ഹാറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹാറ്റ്സ് ഓഫിൻ്റെ പീക്ക് ലെവൽ, അതുപോലത്തെ ഹാറ്റ്സ് ഓഫ്. സീറ്റടിച്ച് അത്രയും ത്രില്ലിങ് പോലെ ഒരു സിനിമ കണ്ടു, ഒരു ആബ്സല്യൂട്ട് സിനിമ കണ്ട ഒരു ഫീല്. സോ വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് ക്യാപ്പ് വെർഡെ, ടീം ക്യാപ്പ് വെർഡെ ആൻഡ് സ്പെയിൻ, വെൽ പ്ലേഡ്.